വടുകപ്പുളിയൻ നാരങ്ങ അച്ചാർ. ആവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി, പച്ചമുളക്, കടുക്, എണ്ണ, കറിവേപ്പില, വെളുത്തുള്ളി, ഉപ്പ്, കായം, ഉലുവ പൊടിച്ചത്, വിനാഗിരി. വടുകപ്പുളിയൻ നാരങ്ങ ചെറുതായി കുരുക്കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാരങ്ങ അടുപ്പിൽ വെക്കാറില്ല. ആദ്യമേ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, നന്നായി ഇളക്കി വെക്കുക. ഇതിലേക്ക് കായം, ഞാൻ എപ്പോഴും ഇടും. ഇച്ചിരി മുൻപിൽ നിർത്തിയാലാണ് അച്ചാറിന് നല്ല മണം ഒക്കെ ഉണ്ടാവും. ഇത് ഉലുവ പൊടിച്ചത്, ഇത് അധികം പാടില്ല, കയ്പ്പാണ് അതിന്, കൂടുതൽ കഴിക്കുക. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിച്ചു. നമുക്ക് മാറ്റി വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകട്ടെ. എണ്ണ ചൂടായി, കടുകിടാം. പച്ചമുളക്, കറിവേപ്പില, നമുക്ക് വെക്കണം. ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടണം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി. നേരത്തെ നമ്മൾ നാരങ്ങയില മുളക് വെച്ചിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് മതി. പിന്നെ ഇതിലോട്ട് ഇത്തിരി വിനാഗിരി അധികം വേണ്ട. ഈ നാരങ്ങയിൽ നല്ല വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് പുളി ഒക്കെ നല്ല ഉള്ളതുകൊണ്ട് അധികം വിനാഗിരി ഒഴിക്കുന്നു. നന്നായി തിളച്ച് കഴിഞ്ഞു. തിളച്ചു. ഇനി ഇത് നാരങ്ങയിലേക്ക് ഒഴിക്കുകയാണ്. നാരങ്ങ ഞാൻ അടുപ്പത്ത് വെക്കാറില്ല. നാരങ്ങ കുറച്ച് സമയം ഇന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് നന്നായിട്ട് ഇതിൻ്റെ നീരിറങ്ങി വരും. അപ്പോൾ നന്നായിട്ട് ചാറാവും. അതുകൊണ്ട് ഒരുപാട് വിനാഗിരി ഒഴിക്കരുത്. ആ വിനാഗിരി ഒത്തിരി ഒഴിച്ചാൽ അതിൻ്റെ ആ വിനാഗിരിയുടെ ടേസ്റ്റായിട്ട് മുകളിൽ നാരങ്ങ ടേസ്റ്റ് അറിയില്ല. കായൊക്കെ ഇച്ചിരി മുമ്പിൽ വെക്കണം.
അടച്ചു വെച്ചാൽ നന്നായിട്ട് നിറഞ്ഞ് ഇതിൻ്റെ നാരങ്ങയുടെ ആ നീരൊക്കെ ഇറങ്ങി വരും. ചൂടാറി കഴിയുമ്പോൾ കുപ്പിയിലാക്കി അടച്ചു വെച്ച് നല്ല അടികപ്പുള്ള നാരങ്ങ അച്ചാർ റെഡി.